സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാരായ മനുഷ്യർക്ക് ആശ്വാസമേകി ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു. ഈ മാസം 25 മുതൽ ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് തുക എത്തിത്തുടങ്ങുമെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ വ്യക്തമാക്കി. ഇതിനായി സർക്കാർ 1050 കോടി രൂപ ഖജനാവിൽ നിന്നും അനുവദിച്ചു കഴിഞ്ഞു. സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ കൈപ്പറ്റുന്നവർക്കുമായിട്ടാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത്. 2000 രൂപ വീതമാണ് ഓരോരുത്തർക്കും ലഭിക്കുക. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ക്ഷേമ പ്രവർത്തനങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന പ്രഖ്യാപനമാണ് സർക്കാർ ഇതിലൂടെ മുന്നോട്ട് വെക്കുന്നത്. ആകെ 62 ലക്ഷത്തോളം ഗുണഭോക്താക്കളാണ് സംസ്ഥാനത്തുള്ളത്. ഇതിൽ 26.62 ലക്ഷം പേർക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ടുകൾ വഴി നേരിട്ട് തുക ലഭ്യമാകും. ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും മറ്റ് സാങ്കേതിക ബുദ്ധിമുട്ട് ഉള്ളവർക്കുമായി സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ വീട്ടിലെത്തിച്ച് നൽകുന്ന രീതി തുടരും. ശാരീരിക അവശതകൾ അനുഭവിക്കുന്ന മുതിർന്ന പൗരന്മാർക്ക് ഈ സംവിധാനം വലിയ ആശ്വാസമാണ്. ക്ഷേമനിധി ബോർഡുകളിൽ അംഗങ്ങളായവർക്കുള്ള പെൻഷൻ അതാത് ബോർഡുകൾ മുഖേനയാണ് വിതരണം ചെയ്യുന്നത്. ഇതിനാവശ്യമായ തുകയും സർക്കാർ ബോർഡുകൾക്ക് കൈമാറിയിട്ടുണ്ട്. ഫെബ്രുവരി അവസാന വാരത്തോടെ എല്ലാവർക്കും തുക ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദേശീയ പെൻഷൻ പദ്ധതി പ്രകാരം 8.46 ലക്ഷം പേർക്ക് ലഭിക്കേണ്ട കേന്ദ്ര വിഹിതം നൽകുന്നതിൽ കേന്ദ്ര സർക്കാർ വിമുഖത കാട്ടുന്നതായി മന്ത്രി ആരോപിച്ചു. കേന്ദ്ര വിഹിതം കൃത്യമായി ലഭിക്കാത്ത സാഹചര്യം ഗുണഭോക്താക്കളെ ബാധിക്കാതിരിക്കാൻ 24.21 കോടി രൂപ സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ PFMS സംവിധാനം വഴിയാണ് ഈ വിഹിതം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിലേക്ക് എത്തേണ്ടത്. എന്നാൽ ഈ സംവിധാനത്തിലെ കാലതാമസം കാരണം പെൻഷൻ വൈകുന്ന സാഹചര്യം ഒഴിവാക്കണമെന്ന് കേന്ദ്രത്തോട് സംസ്ഥാനം ഔദ്യോഗികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനങ്ങളുടെ ആവശ്യങ്ങളിൽ രാഷ്ട്രീയം കലർത്തരുത് എന്ന നിലപാടാണ് സംസ്ഥാനം ഉയർത്തുന്നത്. ഇടതുപക്ഷ സർക്കാർ അധികാരം ഏറ്റെടുത്ത ശേഷം ക്ഷേമ പെൻഷൻ വിതരണത്തിലുണ്ടായ വിപ്ലവകരമായ മാറ്റങ്ങൾ മന്ത്രി എടുത്തു പറഞ്ഞു. ഈ സർക്കാർ മാത്രം ഇതുവരെ 49,433.83 കോടി രൂപയാണ് ക്ഷേമ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് 35,154 കോടി രൂപയും നൽകിയിരുന്നു. മുൻ UDF സർക്കാരിന്റെ 5 വർഷത്തെ ഭരണകാലത്താകെ വിതരണം ചെയ്തത് 9,011 കോടി രൂപ മാത്രമായിരുന്നു. എന്നാൽ നിലവിൽ ഒരു വർഷം പെൻഷൻ നൽകാൻ മാത്രം സർക്കാരിന് 14,500 കോടി രൂപ ആവശ്യമായി വരുന്നുണ്ട്. വരാനിരിക്കുന്ന സാമ്പത്തിക വർഷത്തേക്കും ഇതിനാവശ്യമായ തുക ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു.